നമ്മുടെ മൊബൈലിലെ ഗാലറിയിൽ തന്നെ നമ്മൾ അറിയാത്ത ഒരുപാട് എഡിറ്റിംഗ് ഫീച്ചറുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് വീഡിയോ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്നുമല്ല. മൊബൈൽ ഗാലറിയിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റിൽ ഞെട്ടിക്കുന്ന ഫീച്ചറുകളാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതിനെക്കുറിച്ച് വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം. അതിനു മുമ്പ് ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഗാലറിയിലെ ആദ്യത്തെ ഫീച്ചർ എന്താണെന്ന് നോക്കാം. ഗാലറി ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഇതിൽ നിന്നും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ തിരഞ്ഞെടുക്കുകയാണ്. ഇത് നമുക്കൊന്ന് കളറാക്കി എടുക്കണം. ഇതിൽ തന്നെ ഇതിനുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ട് പുതിയ ഫീച്ചറിൽ. മുകളിലേക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് കളറൈസ് എന്ന ഓപ്ഷൻ വന്നിട്ടുണ്ടാകും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി. ഇത് നല്ല ഭംഗിയായിട്ട് ക്ലാരിറ്റിയോടുകൂടി കളറാക്കി തരും. ഇപ്പോൾ കളറാക്കി തന്നിരിക്കുന്നു. ഇവിടെ ആദ്യം ഇങ്ങനെയായിരുന്നു ഫോട്ടോ. ഈ രൂപത്തിൽ വളരെ ഭംഗിയായിട്ട് നമുക്ക് ഈ ഒരു ഫോട്ടോ കളറാക്കി തന്നിട്ടുണ്ട്. ആ ബനിയൻ്റെ കളറും അതും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. സൂം ചെയ്യാം. സൂം ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് അതിൻ്റെ ക്ലാരിറ്റി എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്കിവിടെ ഷെയറിൻ്റെ ഐക്കൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വാട്സാപ്പിലേക്കോ മറ്റോ ഷെയർ ചെയ്യാം. അതല്ലാതെ നമുക്ക് സേവ് ചെയ്യാം. ഈ ഫോട്ടോ തന്നെ നമുക്ക് സേവ് ചെയ്ത് വെക്കാം. ഇനി ഇതിൻ്റെ കോപ്പി മാത്രം മതിയെങ്കിൽ മോർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് സേവ് കോപ്പി എന്ന ഭാഗം ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ഫോട്ടോയുടെ കോപ്പി നമുക്ക് കിട്ടും. ഇവിടെ ആദ്യം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മൾ എഡിറ്റ് ചെയ്ത കളർ ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട്. എത്ര ഭംഗിയായിട്ടാണ് നമുക്ക് ഈ ഒരു ഗാലറിയിലൂടെ ഇത് ചെയ്യാൻ സാധിക്കുന്നത്. ഇനി മറ്റൊരു ഫീച്ചർ നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഞാനൊരു ഫോട്ടോ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് ബില്ലിൻ്റെ ഒരു ഫോട്ടോ ഞാൻ എടുത്തതാണ്. പക്ഷേ ഇതിലൊരു നിഴൽ വന്നിട്ടുണ്ട്. കൈയുടെയോ അല്ലെങ്കിൽ ക്യാമറയുടെയോ ഒക്കെ നിഴൽ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതും ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും എറൈസ് ഷാഡോ എന്ന ഓപ്ഷൻ. ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. കുറച്ച് നേരം കൊണ്ട് ആ ഒരു ഷാഡോ, ആ നിഴൽ, എത്ര ഭംഗിയായിട്ടാണ് ആ നിഴൽ മാത്രം ഇവിടെ നിന്ന് പോയത്. നമുക്കിപ്പോൾ ആദ്യത്തെ ബാക്ക് വരുമ്പോൾ ഇത് ഈ ഫോട്ടോ ആയിരുന്നു ഈ രൂപത്തിലായിട്ട് നമുക്ക് തന്നിട്ടുള്ളത്. നല്ല ക്ലാരിറ്റിയോടുകൂടി നിങ്ങൾക്ക് സൂം ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ആ നിഴലൊന്നും ഇല്ല. ഇപ്പോൾ ഇത്രയും ക്ലാരിറ്റിയോടുകൂടി നമുക്ക് ഗാലറിയിൽ നിന്ന് തന്നെ നമുക്കിത് ഈ രൂപത്തിൽ നമുക്കത് നിഴൽ മാറ്റാൻ സാധിക്കും. പിന്നെ ഇവിടെ നമുക്ക് സേവ് ചെയ്തിട്ട് ഇത് ഗാലറിയിൽ സൂക്ഷിക്കാനും സാധിക്കും. ഓക്കെ, ഇനി മറ്റൊരു ഓപ്ഷൻ ഉള്ളത് വീഡിയോയിലാണ്. ഞാനിപ്പോൾ ഒരു വീഡിയോ എടുക്കുകയാണ്. ഇപ്പോൾ സാധാരണ സ്പീഡിലുള്ള ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. നമുക്ക് ഇത് സ്ലോ മോഷനിലാക്കാം. നമുക്ക് ഏത് ഭാഗമാണ് സ്ലോ മോഷൻ വേണ്ടത് ആ ഭാഗം എത്തുമ്പോൾ ഇങ്ങനെ ആ ഒരു സ്ക്രീനിൽ ലോങ് പ്രസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വളരെ സ്ലോ മോഷനിൽ ആ ഒരു ഭാഗം എത്രത്തോളം വേണം അതുവരെ നിങ്ങൾ ഇങ്ങനെ ടച്ച് ചെയ്ത് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ വിട്ട് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഭാഗം മാത്രം ഇവിടെ ഡൗൺലോഡായിട്ട് ഗാലറിയിൽ വന്നതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആ ഒരു വീഡിയോ വളരെ സ്ലോ മോഷനിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ട്. എന്നാൽ നമുക്ക് വീഡിയോയുടെ നടുവിൽ ഏതെങ്കിലും ഒരു ഭാഗം സ്ലോ മോഷനിലാക്കണം എങ്കിൽ എന്ത് ചെയ്യണം? അതിനായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ഒറിജിനൽ വീഡിയോ നമുക്കിവിടെ പ്ലേ ചെയ്യാം. പ്ലേ ചെയ്യുമ്പോൾ ഇവിടെ എഡിറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സ്ലോ മോഷൻ ആക്കാനുള്ളത് ഇവിടെ സ്ലോ എന്ന ഭാഗത്ത് നമുക്ക് 1/4 എന്നൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അവിടെ നമുക്ക് ഏത് ഭാഗമാണ് വേണ്ടത് ഇവിടെ നിന്ന് നമുക്കിങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് ആ ഭാഗം സെലക്ട് ചെയ്യാം. ഓക്കെ, ആ സെലക്ട് ചെയ്യുമ്പോൾ മുകളിൽ ഒരു മാർക്ക് നിങ്ങൾക്ക് വന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി അവിടെ നമുക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗമാണ് നമുക്ക് വേണ്ടതെങ്കിൽ, നടുവിൽ ഏതെങ്കിലും ഭാഗമാണ് വേണ്ടതെങ്കിൽ ആ ഭാഗം ഇതുപോലെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ആ ഒരു വര കാണുന്നുണ്ടല്ലോ മുകളിൽ, അതിൻ്റെ നടുവിൽ നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു ഭാഗമുണ്ട്. അത് നമുക്ക് ഡ്രാഗ് ചെയ്തിട്ട് വലുതും ചെറുതൊക്കെ ആക്കാം. അവിടെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഐക്കൺ ഉണ്ടല്ലോ, ഒരു റൗണ്ട് പോലുള്ള, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് ഭാഗമാണ് വേണ്ടത് എന്ന് നമുക്ക് ആ ഒരു വരയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. നമുക്കിത് ഇതുപോലെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഏത് ഭാഗമാണ് വേണ്ടത് എന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. പ്ലേ ചെയ്യുമ്പോൾ ആ ഭാഗം എത്തുമ്പോൾ കൃത്യമായിട്ട് ഇവിടെ സ്ലോ മോഷനായിട്ട് മാറും. ഞാനിപ്പോൾ പ്ലേ ചെയ്യാണ്. ആ ഒരു ഭാഗം മാത്രം ഇങ്ങനെ സ്ലോ മോഷനായിട്ട് മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പം വീഡിയോയുടെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം നിങ്ങൾക്ക് സ്ലോ മോഷൻ ആക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നടുവിൽ ആ ഒരു വര നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇങ്ങനെ വീഡിയോ ഓടിക്കൊണ്ടിരിക്കുകയാണ് സ്പീഡിൽ. അവിടെ എത്തുമ്പോൾ സ്ലോ ആയി. ഇതുപോലെ നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗം മാത്രം സ്ലോ മോഷൻ കാണിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഗാലറിയിൽ തന്നെ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനൊരു പുതിയ ഫീച്ചർ നമുക്ക് ഗാലറിയിൽ വന്നിട്ടുണ്ട്. ഇതുപോലെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ എഡിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇവിടെ മുകളിൽ സേവ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഗാലറിയിലേക്ക് സേവ് ആകും.
ഇങ്ങനെ നിങ്ങളുടെ മൊബൈലിലുള്ള ഗാലറിയിലും ഇതുപോലുള്ള ഓപ്ഷനുകളൊക്കെ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങളുടെ മൊബൈലിലുള്ള ഗാലറി ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി. എല്ലാ മൊബൈലിലും ആൻഡ്രോയിഡ് മൊബൈലിലൊക്കെ ഈ ഒരു ഫീച്ചർ ഗാലറിയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ ഷെയർ ചെയ്തെത്തിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.